ഉസ്താദെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ മീഡിയ ചാനൽ വാർത്തകൾ എടുത്ത് നോക്കിയാലും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വ്യാപകമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഇസ്ലാമിനെ ചാരിക്കൊണ്ടാണ് ഈ മതരാഷ്ട്രവാദ വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ലിബറലിസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളൊക്കെ ഉണ്ട്, യാഥാസ്ഥിക ചിന്താഗതിക്കാരുമുണ്ട് ഒരു പരിധിവരെ. എന്താണ് യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദം? ഇസ്ലാമിൽ അങ്ങനെ ഒരു മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ആശയമുണ്ടോ? ഇതിൽ അബ്ദുള്ള സൂചിപ്പിച്ച പോലെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, മുമ്പൊക്കെ അത് ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ സജീവമായി, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വേളയിൽ ഇത് വളരെ സജീവമായിട്ട് പൊന്തി വരുന്നുണ്ട്. അത് ഒരു പ്രസ്ഥാനത്തെ സംഘടനയെ ചാരിക്കൊണ്ടാണ് പറയുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ മതരാഷ്ട്രം എന്ന് പറയുന്ന തിയോക്രസി, ഇത് ക്രൈസ്തവ യൂറോപ്പിൽ ഉടലെടുത്ത ഉണ്ടായ ഒരു കറുത്ത ഒരു അധ്യായമാണ് യഥാർത്ഥത്തിൽ. അത് പണ്ഡിതന്മാർക്ക് അറിയാഞ്ഞിട്ടാണോ അതല്ല ബോധപൂർവം അവർ എന്തെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അറിയാതിരിക്കാൻ സാധ്യമല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അങ്ങനെ ഒന്നില്ല. മതരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം ഇസ്ലാമിലില്ല. നേരെ മറിച്ച് ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഇതൊക്കെ പറയുന്ന ഈ വിമർശകരായ പണ്ഡിതന്മാർ പറയേണ്ട ഒരു മറുപടി എന്താ? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നോ ഇസ്ലാമിൽ? സ്വഹാബത്തിൻ്റെ കാലത്ത്, പിന്നെ ഉമവികൾ, അബ്ബാസികൾ, നീണ്ട നൂറ്റാണ്ടുകൾ ഈ ഇസ്ലാമിക ഭരണവും ഇസ്ലാമിക രാഷ്ട്രീയമൊക്കെ ശക്തമായി ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അവർ പ്രതിനിധാനം ചെയ്ത ഇസ്ലാമിലെ ആ രാഷ്ട്രീയം അത് മതരാഷ്ട്രമാണോ? അല്ലേ? അത് മതരാഷ്ട്രമല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഈ മതരാഷ്ട്രം അതും തമ്മിൽ എന്താണ് വ്യത്യാസം? അതിനെ വിളിക്കാമല്ലോ, മതരാഷ്ട്രം എന്ന് വിളിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ അതും ഇതും തമ്മിലുള്ള എവിടെയാണ് വ്യത്യാസം വരുന്നത് പറയണം. അപ്പോൾ പ്രധാനമായിട്ടും പിന്നെ ഇന്ത്യയിലെ അല്ലെ ലോകത്തിലെ തന്നെ ഒരു നവജാഗരണ മുന്നേറ്റം നടത്തിയ സയ്യിദ് അബുൽ അല മൗദൂദി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഇങ്ങനെ പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. അദ്ദേഹം എവിടെയെങ്കിലും ഈ മതരാഷ്ട്രവാദം എന്നുള്ള ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെ പ്രവാചകൻ കാണിച്ചു തന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികൾ കാണിച്ചു തന്നു. അതിന് നിങ്ങൾ പിന്നെ മതരാഷ്ട്രം എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. അതേ സ്ഥാനത്ത് ചില ആളുകൾ മതരാഷ്ട്രം പറയുന്നുണ്ട്. എന്താണ് അതിൽ വ്യത്യാസമാകുന്നത് ഇവരാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ക്ഷേമരാഷ്ട്രമാണ്. അത് ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങൾ, സാമൂഹിക, സാമ്പത്തിക എല്ലാ മേഖലകൾ പോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട്. അതില്ലെങ്കിൽ ഇസ്ലാം സമ്പൂർണ്ണമല്ല എന്ന് പറയേണ്ടി വരും. ഇസ്ലാം സമ്പൂർണ്ണവും സമഗ്രവുമായ ഒരു ജീവിത ദർശനമാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ, അങ്ങനെ ഒരാൾക്ക് ഇസ്ലാം സമ്പൂർണ്ണമാണെന്നും അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത് ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾക്ക് കമ്മ്യൂണിസം പറയാം, അല്ലേ? സോഷ്യലിസ്റ്റുകൾക്ക് സോഷ്യലിസം പറയാം. ആർക്കും അവർ ആഗ്രഹിക്കുന്ന അവരിഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാം. ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ എന്ന്, അല്ലേ? രാഷ്ട്രപിതാവ് തന്നെ മഹാത്മാഗാന്ധിജി രാമരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ സ്വർഗരാജ്യം വരണമെന്ന് അവരുടെ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ രാമരാജ്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞത് അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഖലീഫ ഉമർ കാണിച്ചു തന്ന ഒരു രാജ്യമാണെന്നാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഇത് നമ്മളാരും നിർബന്ധിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരു നിരക്കുമുള്ള ബലാത്കാരമില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് അത് നല്ലതല്ല എന്നെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളാരും നിർബന്ധിക്കുന്നില്ല, നിങ്ങളത് നിർബന്ധമായി സ്വീകരിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ഇതാണ് ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ സംവിധാനമെന്ന് ഉറച്ച് വിശ്വസിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ പറയുന്നു. അതുകൊണ്ട് ഈ പണ്ഡിതന്മാർ കൃത്യമായ പുനരാലോചന നടത്തണം. അതായത് ചില ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ അവരുടെ ജൽപ്പനങ്ങളാണ് അതൊക്കെ ഏറ്റുപിടിച്ച് ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ പല സാമുദായിക നേതാക്കന്മാർ വളരെ ബോധപൂർവം, ചില രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞോട്ടെ, അവർ ഇതിൻ്റെ അപ്പുറമൊക്കെ പറയും. അവർക്ക് ഹക്കും ബാത്തിലും പരലോകമൊന്നും ഇല്ലാത്ത ആളുകളാണ്. അവർക്കത് പറയാം. അവർക്ക് കേവല രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി എന്തും പറയാം. പക്ഷേ ഈ മതപണ്ഡിതന്മാർ ഇത് പറയുമ്പോൾ അതിൽ അങ്ങേയറ്റത്തെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പടച്ച റബ്ബിൻ്റെ മുന്നിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. അത് ഒരു സംഘടനയെ ചാരിക്കൊണ്ടാണ് ഇവരിതൊക്കെ പറയുന്നത്. ആ സംഘടന എന്നുള്ളത് ഒരു നോക്കുകുത്തി മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇവർ അറ്റാക്ക് ചെയ്യുന്നത്
താത്വികമായി അറ്റാക്ക് ചെയ്യുന്നത് പരിശുദ്ധ ഇസ്ലാമിനെയാണ്. അപ്പോൾ ഇസ്ലാമിനെ തന്നെയാണ് ഈ പണ്ഡിതന്മാർ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആത്യന്തികമായ നഷ്ടവും ഈ സമുദായത്തിന് തന്നെയായിരിക്കും എന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ.